മറക്കാൻ പറ്റിയ കാര്യമല്ല. തത്ര കേന കർണേന കം ഘ്രാതമേ കോ ജിഘ്രേത് തഥാ പശ്യേത് തഥാ വിജാനിയാത്. സർവ വ്യാപാരങ്ങളെയും സർവ പ്രവൃത്തികളെയും കായിക മാനസിക ഐന്ദ്രിയ വ്യാപാരങ്ങളെല്ലാം ഇതുപോലെ മനസ്സിലാക്കണം. ഇതെല്ലാം എന്താണ്? വാസ്തവത്തിൽ കടലിൽ തിരകളെല്ലാം ഉണ്ടാകുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ കടൽ എപ്പോഴും എന്താണ്? അത് അലയറ്റതാണ്. അതാണ് കടലിന്റെ സ്വഭാവം. എന്തുകൊണ്ട്? ജലം എന്നുള്ള നിലയ്ക്ക് അവിടെ അലയറ്റിരിക്കുകയാണ്. കടലിന്റെ ആ ജലം എന്നുള്ള സ്വരൂപത്തെ നോക്കുക, അവിടെ അലയില്ല. എന്നാൽ അവിടെ കാണുന്നുമുണ്ട്. അതുപോലെ ഇതെല്ലാം നില അറ്റ് നിൽക്കുന്നതാണ്, നിലയില്ലാതെ നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. അതുകൊണ്ട് ആ ഒരു ബോധത്തിൽ പരമാർത്ഥത്തെ ബോധിക്കുന്നവൻ ഇതെല്ലാം. മറിച്ചാണെങ്കിൽ എല്ലാം ഉണ്ട്. അതാണ് അടുത്ത് പറയുന്നത് സർവത്ര ഹി കാരകസാധ്യ ക്രിയ. ശരീരം കൊണ്ടുള്ള പ്രവൃത്തിയായാലും മനസ്സുകൊണ്ടുള്ള പ്രവൃത്തിയായാലും ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തിയായാലും ശരി കാരകസാധ്യമാണെന്ന് വെച്ചാൽ അവിടെ ഇതെല്ലാം വേണം. ചെയ്യാനൊരുത്തം വേണം, ചെയ്യുന്നതിനുള്ള ഉപായങ്ങൾ വേണം, ചെയ്യേണ്ട വിഷയങ്ങൾ വേണം. അത് കാരക അഭാവേ അനുഭൂതി ക്രിയായ ക്രിയാഭാവേച്ച ഫലാഭാവ. അതുകൊണ്ടിവിടെ അങ്ങനെ കാരകചിന്തയല്ല. ഞാൻ ചെയ്യുന്നവൻ, ഇതെനിക്ക് ചെയ്യേണ്ട വിഷയം, ഇത് ഞാൻ ചെയ്യാൻ എനിക്കുള്ള ഉപകരണങ്ങൾ, ഇത്തരത്തിൽ ഉള്ള കാരകങ്ങൾ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ കർത്താവ്, കരണം, കർമ്മം തുടങ്ങിയ കാരണങ്ങളിൽ കാരകങ്ങളെന്ന് പറയാൻ അനുഭൂതി ക്രിയായ. അവിടെ പിന്നെ ക്രിയകളുമില്ല. പ്രപഞ്ചമെന്ന് പറയുന്ന ക്രിയയുമില്ല. അല്ല, താൻ ജീവനാണെന്ന് കരുതി ചെയ്യുന്ന ക്രിയകളുമില്ല. ക്രിയാഭാവേജ ഫലാഭാവ. ക്രിയയില്ലെങ്കിൽ ഫലമില്ല. കർത്താവ്, കർമ്മം, കർമ്മഫലം ഇതെല്ലാം അവിടെ നിഷേധിക്കും. ഈ ബോധത്തിൽ ഈ തത്വത്തെ മനസ്സിലാക്കിയവന് ഇതൊന്നും നിലനിൽക്കുന്നില്ല എന്നുള്ളത് ആത്മീയ സമ്മർദ്ദം. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബോധം അവനെ ബോധിപ്പിക്കുന്നു. ഇതെല്ലാം ആ പരമാർത്ഥ വസ്തുവാണ്, സത്യവസ്തുവാണ്. അവിടെ ക്രിയാകാരക രൂപത്തിലുള്ള ഈ പ്രപഞ്ചം അവനെ സംബന്ധിച്ചൊരു ചോദ്യചിഹ്നമേ അല്ല. അത് അതിന്റെ സ്വഭാവത്തിൽ നടന്നോളൂ. ലോകം അതിന്റെ വഴിക്ക് പൊക്കോളും. തന്റെ കരണം, ഇന്ദ്രിയം അതെല്ലാം അതിന്റെ വഴിക്ക് സഞ്ചരിച്ചു. എന്താണോ അതിന്റെ സംസ്കാരം, അതനുസരിച്ച് അത് നടന്നുപോകും. അത് എന്നുവെച്ച് അവൻ ഉത്കണ്ഠയെന്ന് പോയിക്കോട്ടെ, അത് പോകും. തന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്? സർവം ആത്മീയ സമ്മർദ്ദം. തസ്മത് അവിദ്യായാമേവ സത്യം ക്രിയാകാരക ഫലവ്യവഹാരോ ന ബ്രഹ്മവിദഃ. അതുകൊണ്ട് ഈ അവിദ്യ ഉള്ളപ്പോൾ ഈ തത്വത്തെ അറിയാതിരിക്കുന്നതാണ് അവിദ്യാവസ്ഥ എന്ന് പറയുന്നത്. ഉറങ്ങിക്കിടക്കുന്നവനെങ്ങനെയാണോ ഉണർവ് അപ്രാപ്യമായിരിക്കുന്നത്, ഉറങ്ങിക്കിടക്കുന്നവന് ഉണർവ് തികച്ചും അപ്രാപ്യമാണ്. ഈ ഉണർവ്, ഈ ജാഗ്രത. അതുപോലെ ഈ തത്വത്തെ അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം അവൻ നേരെ ഇതിന് വിപരീതമായൊരു കോണിലാണ്. അവിദ്യാവസ്ഥായ ക്രിയാകാരക ഫലവ്യവഹാരവും അവിടെ ക്രിയാകാരക ഫല വ്യവഹാരങ്ങളെല്ലാം വരും. സർവ്വവ്യവഹാരവും വരും. ഭൗതികവും ആധ്യാത്മികവുമായ വ്യവഹാരങ്ങളെല്ലാം അവിടെ നിൽക്കുന്നു. വ്യവഹാരം എന്നുള്ള നിലയ്ക്ക് ഭൗതികവും ആത്മീയതയും തമ്മിലൊന്നും യാതൊരു വ്യത്യാസവും, തത്വബോധമില്ലാതെ വരുന്ന വ്യവഹാരങ്ങളിൽ ഒരു വ്യത്യാസവും. രണ്ടും ഒന്നുപോലെ, രണ്ടിന്റെയും ഫലവും ഒന്നുപോലെ തന്നെ. അവിടെ ഫലമുണ്ട്, ഫലമുണ്ടെങ്കിൽ പോയി. ഇത് ഫലമില്ലാത്ത കാര്യമാണ് പറയുന്നത്. ക്രിയാകാരക ഫലം എന്ന് പറയുന്ന ആ ഫലം അവിടെയുണ്ട്, ഇവിടെ ഫലമില്ല. നേരത്തെ പറഞ്ഞല്ലോ, ക്രിയാഭാവിക ഫലാഭാവ.
സർവസ്യ ആത്മവിരേണകാരക ക്രിയാഫലം വാസ്തി. തസ്മാത് അവിദ്യായാമേവ സത്യം ക്രിയാകാരകഫല വ്യവഹാരം. കാരകാഭാവി അനുഭൂതി ക്രിയ കാരകമില്ലെങ്കിൽ ക്രിയയില്ല. ക്രിയാഭാവേജ ഫലാഭാവ ക്രിയയില്ലെങ്കിൽ ഫലമില്ല. തസ്മാത് അവിദ്യായാമേവ സത്യം. അതുകൊണ്ട് ഈ അറിവില്ലായ്മ, ഈ തത്വത്തെ, ഇവിടെ ഉപനിഷത്ത് ബോധിപ്പിക്കുന്ന ഈ തത്വത്തെ അറിയാതിരുന്നു കഴിഞ്ഞാൽ ക്രിയാകാരക ഫലവ്യവഹാരം ഇതെല്ലാം നടക്കും. ഈ പണികളെല്ലാം തുടർന്നു പോകും. നാം ബ്രഹ്മവിധ ഈ ബോധമുള്ളവനിൽ അതൊന്നുമില്ല. എന്തുകൊണ്ട്? ആത്മത്വാദേവ സർവസ്യ. അവൻ ഞാൻ ആത്മാവെന്നല്ല പറയുന്നു. പിന്നെന്താണ്? അവൻ സർവത്തിൻ്റെയും ആത്മാവാണ്, സർവരുടെയും ആത്മാവാണ്. ഇവിടെ ഇപ്പം ഞാൻ എൻ്റെ ആത്മാവായിരിക്കുന്നു. എങ്ങനെ? ഈ ശരീരം, ഈ മനസ്സ്, ഈ കർണങ്ങൾ, ഇതുകൊണ്ട് പരിച്ഛിന്നമായിരിക്കുന്ന ഞാൻ എൻ്റെ ആത്മാവെന്നാണ് പറയുന്നത്. അവിടെ എങ്ങനെയല്ല, സർവരുടെയും ആത്മാവായിരിക്കുന്നു. അസത്വ ആത്മത്വാദേവ സർവസ്യ. സർവത്തിനും ആത്മാവായിരിക്കുന്നു. ഈ ശരീരത്തിന്റെ ആത്മാവായിരിക്കുന്നു, അന്യ ശരീരങ്ങളുടെ ആത്മാവായിരിക്കുന്നു, ഈ പ്രപഞ്ചത്തിന്റെ ആത്മാവായിരിക്കും. ശബ്ദസ്പർശരൂപരസഗന്ധങ്ങൾ, ഈ വിഷയങ്ങൾ അതിന്റെ ആത്മാവായിരിക്കും. ഈ കർണത്തിന്റെ, ചക്ഷുരാദി കർണങ്ങളുടെ ആത്മാവായിരിക്കുന്നു, കർത്താവായിരിക്കുന്നു. ഇതിനെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവനായ താൻ തന്റെ ആത്മാവായിരിക്കുന്നു. എന്നുവെച്ചാൽ സർവസ്വരൂപമായിരിക്കുന്നു എന്നർത്ഥം. ആത്മാവായിരിക്കുന്നു. ആത്മത്വാദേവ സർവസ്യ ആത്മവ്യതിരേകേണ കാരകം ക്രിയാഫലം വാസ്തി. അവനെ സംബന്ധിച്ച് തന്നിൽ നിന്ന് അന്യമായി കാരകങ്ങളില്ല, ക്രിയയില്ല, ക്രിയയുടെ ഫലമില്ല, യാതൊന്നുമില്ല. എന്നുവെച്ചാൽ അനാത്മാസൻ സർവം ആത്മീയബോധി കസ്യം. മറിച്ച് ഈ അവസ്ഥയിലിരുന്നു കഴിഞ്ഞാൽ നൂലിനെ കാണാതെ വസ്ത്രത്തെ മാത്രം കണ്ടുകൊണ്ടിരുന്ന നൂലിന്റെ തത്വത്തിന് പിടികിട്ടത്തില്ല, നൂലാകുന്ന തത്വത്തെ പിടികിട്ടത്തില്ല. അതുപോലെ അനാത്മാവ്, ഈ ശരീരം ഉൾപ്പെടെ, തന്റെ ശരീരമല്ല അന്യന്റെ ശരീരം, ഈ പ്രപഞ്ച ശരീരം, ഇതെല്ലാം തന്റെ ശരീരത്തിൽ മാത്രം എന്തെങ്കിലും വിശേഷം വന്നിട്ടുള്ള കാര്യമൊന്നുമില്ല. സർവവും അനാത്മാസൻ സർവാത്മൈവ ഭവതി കസ്യചിത്. അങ്ങനെ സംഭവിക്കുന്നില്ല. അനാത്മാവായിരുന്നുകൊണ്ട് സാധ്യമല്ല. ഈ ശരീരത്തിൽ താനെന്ന് ധരിച്ചുകൊണ്ട് പിന്നൊന്നും സാധ്യമല്ല. സർവവും താനാണ് എന്നുള്ള ബോധത്തിൽ സർവവും സാധ്യമാകുന്നു. ആത്മബോധത്തിൽ വ്യവഹാരത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നു എന്നുള്ള കാര്യമല്ല ഇവിടെ ചിന്തിക്കുന്നു. ആത്മബോധം അത് സർവാത്മഭാവമാണ്. കേവലം വ്യക്തിനിഷ്ഠമായ ഒരു അനുഭവം. ഞാൻ പുരുഷനെന്നോ ഞാൻ സ്ത്രീയെന്നോ അറിയുന്ന പോലില്ല. അതൊരു വ്യക്തിനിഷ്ഠമായ അനുഭവം. ഇതങ്ങനെയല്ല, സർവനിഷ്ഠമായ അനുഭവം. സർവവും തന്നിലാണ് നടക്കുന്നത്. താൻ തന്നെയാണ് സർവവുമായിരിക്കുന്നത്. പുരുഷനായും സ്ത്രീയായും ഇവിടെ പറയുന്ന കാലദേശങ്ങളായും എല്ലാമായിരിക്കുന്നത് താൻ തന്നെയാണ്. എന്നുവെച്ചാൽ അനാത്മാസൻ സർവം ആത്മീയബോധി കസ്യം. അനാത്മാവായിട്ട് സർവം ആത്മാവാണെന്നുള്ള ബോധം ഉണ്ടാകത്തില്ല. മറിച്ച് അവൻ താനായിരുന്നുകൊണ്ട് തന്നെ, ആത്മസ്വരൂപമായിരുന്നുകൊണ്ട് തന്നെ ഈ ഭ്രാന്തിയിൽ നിന്നും മുക്തനാകുന്നു എന്നാണ്.